So it's gone, now we both moved on. Oh, that's la la life. നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സമൂസ ഉണ്ടാക്കാം. സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമൂസ ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദക്ക് 1 കപ്പ് കോൺഫ്ലോർ ചേർക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്ത മാവ് ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് മൂടി വെക്കണം. ഇനി നമുക്ക് സമൂസക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം 300 ഗ്രാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഉപ്പും മുളകും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കോരി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 4 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കൂടിയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ മസാല റെഡിയായി. നമുക്കിനി സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുഴച്ചെടുത്ത മാവെന്ന് ഒരു മീഡിയം സൈസിലുള്ള ചപ്പാത്തിൻ്റെ അത്രയും വലിപ്പത്തിലുള്ളൊരു ബോൾസ് എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് വേറൊരു മാവ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് ഒന്നിച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇത് നല്ല ചൂടായ ദോശക്കല്ലിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. കല്ലിൻ്റെ മുകളിൽ അധിക സമയം വെച്ച് കൊടുക്കരുത്. ചെറിയ ബബിൾസ് വരാൻ സമയം കൊടുക്കാത്ത രീതിയിൽ നമ്മൾ വേഗം വേഗം മറിച്ച് കൊടുത്തിട്ട് വേണം ഇത് വാട്ടിയെടുക്കാൻ. കൂടുതൽ സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ചെറുതായി ഒന്ന് 2 സൈഡും വാടി വരുമ്പം തന്നെ നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റി വെക്കാം. വാട്ടിയെടുത്തിട്ടുള്ള തോല് നമുക്ക് കട്ട് ചെയ്തിട്ട് സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 4 ഭാഗത്തു നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വന്നാൽ അതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ സിസിൻ്റെ എല്ലാം സമൂസ ഷീറ്റ് പോലെ തന്നെ കിട്ടും. 2 ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് 2 ഷീറ്റും വേറെ വേറെ തന്നെ ആക്കി എടുത്ത് വെക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നൈസായിട്ടുള്ള നല്ല സമൂസ ഷീറ്റ് റെഡിയായി. ഷീറ്റ് റെഡിയാക്കി വെച്ചിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഇനി നമുക്ക് സമൂസ ഫോൾഡ് ചെയ്യാം. സമൂസ ഇതേപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സമൂസ ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് മൈദൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ സമൂസയെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. വാട്ടിയെടുത്ത സമൂസ ഷീറ്റിൻ്റെ സൈഡ് ഭാഗമെല്ലാം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കറുമുറ കൊറിക്കാൻ നമുക്കൊരു സ്നാക്ക് കിട്ടും. സമൂസ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം.
അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസയെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ സമൂസയെല്ലാം ഫ്രൈ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.